നമസ്കാരം. ഇന്ന് ഒരു പുതിയ വിഷയത്തിലേക്കാണ്, ഈ ജ്യോതിഷത്തിൽ തന്നെ ഒരു പുതിയ സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്. ഈ വേദിക് അസ്ട്രോളജിയിൽ ഒരുപാട് ഗ്രഹയോഗങ്ങളുണ്ട്. ഗജകേസരി യോഗം, മറ്റ് സരസ്വതി യോഗം, പല യോഗങ്ങളും. അതിൽ ഒരു യോഗമാണ് അഗ്നിമാരുത യോഗം. മോസ്റ്റ് ഡ്രീഡഡ് യോഗ എന്നായതിന് പറയുക. പലരും അതിനെ ഭയപ്പെടുന്നുണ്ട്. ഈ അഗ്നിമാരുത യോഗത്തിന് സംഘർഷണ യോഗം, യോഗ ഓഫ് സ്ട്രഗിൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ശരിയായ ഒരു പഠനം നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അഗ്നിമാരുത യോഗത്തിനെ പറ്റി നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. എന്താണ് അഗ്നിമാരുത യോഗം? അതിൻ്റെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, അഗ്നിയും മാരുതനും. അത് വേദിക് അസ്ട്രോളജി പ്രകാരം കുജന്റെയും ശനിയുടെയും ആധിപത്യമാണ്. പക്ഷെ ഈ യോഗത്തിൽ 4 എലിമെന്റ്സിനും പ്രാധാന്യമുണ്ട്. കാരണം ഈ കുജൻ മേടം, ഏരീസ്, അതുപോലെ തന്നെ വൃശ്ചികം, സ്കോർപിയോ രാശികളുടെ ആധിപത്യമുണ്ട്. അപ്പോൾ ഒന്ന് ഫയർ എലിമെന്റ് ആണ്, മറ്റൊന്ന് വാട്ടർ എലിമെന്റ് ആണ്. അതുപോലെ തന്നെ ശനി മകരം, കാപ്രിക്കോൺ, പിന്നെ കുംഭം, അക്വാരിയസ്, ഈ 2 രാശികളുടെയും ആധിപത്യമാണ് ശനി. ഒന്ന് ഭൂമി രാശിയാണ്, മറ്റൊന്ന് എയർ രാശിയാണ്. അപ്പോൾ ഈ 4 എലിമെന്റ്സും നിയന്ത്രിക്കുന്ന 2 ഗ്രഹങ്ങൾ ചേർന്നിട്ടുള്ള ഒരു യോഗമാണിത്. അതിനൊരു ശ്രേഷ്ഠത ഉണ്ട്. നമ്മൾ അതിനെ ഭയപ്പെടരുത്. എല്ലാ യോഗങ്ങളും ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതാണ് ഋഷീശ്വരന്മാർ ഉദ്ദേശിക്കുന്നതും. നമുക്ക് ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും ഒരേ അനുഭവമായ ജീവിതത്തിൻ്റെ സൗന്ദര്യം തന്നെ നഷ്ടപ്പെട്ടു. വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ എങ്ങനെ നമ്മൾ പോസിറ്റീവായി എടുക്കാൻ നമുക്ക് കഴിയുന്നു, അവിടെയാണ് വിജയം. വിജയം എന്നുള്ളതിന് തന്നെ ഒരർത്ഥം നമ്മൾ കണ്ടെത്തേണ്ടത് ഭൗതികമായിട്ടുള്ള വിജയമല്ല. ഈ ജ്യോതിശാസ്ത്രത്തിലൊക്കെ നമ്മൾ പറയുന്ന വിജയം, അത് ആത്യന്തികമായിട്ട് മോക്ഷമാണ്. അതിലേക്കുള്ളൊരു പ്രയാണമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് പലർക്കും പലതരത്തിലുമാകാം. പതഡാമിയൻ കുഷ്ഠരോഗികളെ ചികിത്സിച്ചിട്ടാണ് ജീവിതം ശ്രേഷ്ഠമാക്കിയത്. അതുപോലെ ഓരോ വ്യക്തിക്കും പലതരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി ജീവിതത്തെ കൊണ്ടുപോയിട്ട് അതിനെ വിജയിപ്പിക്കുക. അങ്ങനെ വിജയിപ്പിക്കാൻ കഴിയണം എന്നാണ് ഈ ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾക്ക് തരുന്ന മെസ്സേജ്. അപ്പോൾ ഇവിടെ അഗ്നിമാരുത യോഗം ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്ന് മാഴ്സിൻ്റെത്, കുജൻ്റെതും, മറ്റൊന്ന് ശനിയുടേതുമാണ്. ശനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഒരു ഡിസിപ്ലിൻ, ഓവർ ഡിസിപ്ലിൻ്റെ ഒരു ഗ്രഹമാണത്. എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും, ഡിലേസ് ഉണ്ടാക്കും. പിന്നെ നിയമപരമായിട്ടുള്ള കർക്കശ സ്വഭാവങ്ങളുണ്ടാകും. എല്ലാത്തിനും ഒരു അടിസ്ഥാനം, അത് ശനിക്ക് നിർബന്ധമാണ്. വെറുതെ ഒരു കാര്യത്തിലും ശനി ഇടപെടില്ല. അതിനൊരു ബേസ് ഉണ്ടാകും. ഇതൊക്കെയാണ് ശനിയുടെ സ്വഭാവം. അത് നേരെ വിപരീതമായാണ്
ഈ ഈ കുജന്റെ സ്വഭാവം മാഴ്സ്. കാരണം ശനിക്ക് നമ്മുടെ ഈ ജ്യോതിശാസ്ത്രത്തിലെ സ്ഥാനം കൊടുക്കുന്നത് 10ന്റെയും 11ന്റെയും ആധിപത്യമാണ്. അത് കർമ്മവും കർമ്മത്തിന്റെ ഫലവുമാണ്. കർമ്മം മൊത്തത്തിൽ ശനിയുടെ അധീനത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കർമ്മഫലം ശനിയാണ് നിശ്ചയിക്കുന്നത്. ശനിക്ക് അങ്ങനെയുള്ള ഒരുപാട് നിർബന്ധ ബുദ്ധികളുണ്ട്. എല്ലാറ്റിനും ഒരു ഒരു നിശ്ചിതമായ വഴികളുണ്ടാകും ശനിക്ക്. ആ വഴിയിൽ കൂടി തന്നെ നമ്മൾ സഞ്ചരിച്ചിരിക്കണം. അതിന് വിപരീതമായി എന്ന് പറഞ്ഞുകൂടാ. കുജൻ ഈ രാശിചക്രത്തില് ഒരു പട്ടാള മേധാവിയായിട്ടാണ് വരുന്നത്. മൂപ്പര് ഫങ്ഷൻ അതാണ്. അപ്പോൾ ഒരു പട്ടാള മേധാവിയുടെ സ്വഭാവ സവിശേഷതകൾ എല്ലാം ഈ കുജനിൽ കാണാം. വളരെ ധൈര്യവും സ്ഥൈര്യവും ശക്തിയും ബുദ്ധിയും ഇതൊക്കെ വേണം. അല്ലാതെ അവിടെ കുജന് ഒരു ഉപദേശകൻ എന്ന അങ്ങനെ ഒരു സങ്കല്പം വന്നുകൂടാ. കുജൻ വളരെ എടുത്തുചാട്ടം എന്നുള്ളൊരു ചെറിയ സ്വഭാവ വൈകല്യമുണ്ട്. അത് ശനിയുടെ ചേർച്ചയിൽ അതൊക്കെ എലിമിനേറ്റ് ചെയ്തു പോകും. ഏതായാലും ഈ ശനിയും കുജനും ചേർന്നിട്ടുള്ള അഗ്നിമാരുത യോഗം നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ ദോഷമുള്ളതല്ല. അത് ശ്രേഷ്ഠമായ ഒരു യോഗമാണ്. കർമ്മത്തിന്റെ യോഗമാണത്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അഗ്നിയും മാരുതനും ചേർന്നാൽ ഉണ്ടാകുന്നത് ഒരു കാട്ടുതീ. അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് പടർന്നു പിടിക്കുന്നു. പക്ഷെ നിയന്ത്രിച്ചാലോ ഒരു പ്രശ്നവും നമുക്കുണ്ടാവില്ല. നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു യോഗമല്ല അഗ്നിമാരുത യോഗം. നേരെ വിപരീതമായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ ചെയ്തു തരുന്ന യോഗമാണ്. നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനം വരെ ഈ യോഗം നമുക്ക് പ്രസക്തമാണ്. ഇതിന്റെ ചില സ്ഥാനങ്ങളിൽ വന്ന 2, 2ാം ഭാവം, കർമ്മ 10, 11, അല്ലെങ്കിൽ ഉപജയ സ്ഥാനങ്ങൾ 3, 6, 10, 11 ഈ സ്ഥാനങ്ങളിലൊക്കെ വരുന്ന അഗ്നിമാരുത യോഗം വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തരും. പക്ഷേ ലക്ഷ്യമുണ്ടായിരിക്കണം. ഒരു ലക്ഷ്യം, ദീർഘവീക്ഷണത്തോടുകൂടി നല്ല ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ ജീവിതത്തിന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ശ്രമിക്കുകയാണ്. കാരണം ശ്രമം ഇവിടെ നിർബന്ധമാണ്. അത് ഉണ്ടാവുകയും ചെയ്യും. കാരണം ശനിയുടെയും കുജന്റെയും സാന്നിധ്യത്തിൽ നമ്മൾ ശ്രമിക്കും. മാത്രമല്ല ശ്രമത്തിന് വേണ്ട എനർജിയും ബുദ്ധിയും ഒക്കെ ഈ യോഗത്തിനുണ്ട്. അപ്പൊ നമുക്ക് ശ്രേഷ്ഠമായ ഫലങ്ങൾ ജീവിത അവസാനം വരെ തരുന്ന ഒരു യോഗമാണിത്. തുടക്കം പറയുന്നുണ്ട് 28, 32, 35 എന്നീ പ്രായങ്ങളൊക്കെ പറയുന്നത്. അതാണ് ഇതിന്റെ ഫലങ്ങൾ കിട്ടിത്തുടങ്ങാനുള്ള സമയം എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഫലം നന്നായിരിക്കും. അത് നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു വാഹനം അല്ലെങ്കിൽ ഏത് മെഷീനറി ആയാലും വാഹനത്തിന് പെട്രോൾ ഓർ ഡീസൽ എന്തെങ്കിലും വേണം അത് ഓടണമെങ്കിൽ. അതുപോലെ തന്നെ അതിനൊരു ഫയർ എലിമെന്റ് വേണം. അത് ഇഗ്നൈറ്റ് ചെയ്യണം, അതിന് കത്തിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു എനർജി, ഒരു പ്രകാശം നമുക്ക് വിസിബിൾ ആണ്, അനുഭവിക്കാൻ ഉണ്ടാകുന്നു. പക്ഷെ ആ എനർജി അത് പ്രോപ്പറായിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അപകടമാണ്. പ്രോപ്പറായിട്ട് നാവിഗേറ്റ് ചെയ്താലോ നമുക്ക് നല്ല ഫലങ്ങൾ, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള സൗകര്യം കിട്ടും. അതുപോലെ എല്ലാ മെഷീനറീസും എല്ലാം അങ്ങനെയാണ്. അത് നമ്മൾ നിയന്ത്രിക്കുന്നത് പോലെ ഇരിക്കും. മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ വീട്ടിലൊക്കെയുള്ള ഈ നൈഫ്, കത്തി, അത് അടുക്കളയിൽ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ തരും. പച്ചക്കറികൾ കട്ട് ചെയ്യാനും അത് മത്സ്യം മുറിക്കാനും എല്ലാം ഈ കത്തി വേണം.
അദ്ദേഹത്തിൽ അത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ മുറിയും. ഈ കത്തി തന്നെ നമ്മൾ അറിയാതെ നമ്മൾ ബെഡ്റൂമിലൊക്കെ എവിടെയെങ്കിലും വന്നാൽ അത് നമുക്ക് അപകടം ഉണ്ടാക്കും. അപ്പോൾ ഓരോ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അതിനെ നമ്മൾ പരിചരിച്ചാൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗിച്ചാൽ നല്ല ഫലങ്ങളാണ് കിട്ടുക. അഗ്നിമാരുത യോഗവും വിപരീതമല്ല, നമുക്ക് കർമ്മത്തിൻ്റെ ഒരു യോഗമാണത്. അത് നമ്മൾ ആ യോഗം ഉള്ള ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത. ഉണ്ടെങ്കിൽ അവന് ജീവിതത്തിൽ കുറച്ച് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിച്ചാൽ ഏറ്റവും നല്ലൊരു യോഗമായിട്ട് വേണം ഇതിനെ കാണാൻ. ഈ യോഗമുള്ള ആൾക്കാർക്ക് നല്ല ഈ എൻജിനീയറിംഗ് ഫീൽഡ് വളരെ വിജയിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം അതൊരു റിസർച്ച് ഫീൽഡിലൊക്കെ വളരെ കഴിവുള്ളവരായിരിക്കും, അധ്വാനിക്കാൻ തയ്യാറുള്ളവരായിരിക്കും. ലോങ് ടേം എന്നുള്ളത് മാത്രം ശനിയുടെ സാന്നിധ്യം കൊണ്ടാണത്. പെട്ടെന്നൊന്നും ഈ ഒരു യോഗക്കാർക്ക് ഗുണം ചെയ്യില്ല. പക്ഷെ ലോങ് റണ്ണിൽ വലിയ ഗുണങ്ങൾ കിട്ടും. പക്ഷെ അതിനു വേണ്ടി നല്ല ഒരു പർപ്പസ്, നല്ലൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. അങ്ങനെയുള്ള ഫീൽഡുകൾ. പിന്നെ ഈ മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെ, റിസർച്ച് ചെയ്യുന്ന ഡോക്ടർമാർ ധൈര്യവും സ്ഥൈര്യവും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് സർജറിയിലാണ് ഏറ്റവും ഷൈൻ ചെയ്യാൻ പറ്റുക. മറ്റൊരു ഫീൽഡ് ഇവർക്ക് ഈ പട്ടാളമാണ്, കുജന്റെ സാന്നിധ്യമാണ്. വേറൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ലോ എൻഫോഴ്സ്മെന്റ്, നിയമപരിപാലനം, കാരണം ശനി സാന്നിധ്യമുണ്ട് അവിടെ. ഇങ്ങനെ ഓൺടർപ്രീനിയേഴ്സ് ആയാലും ഏറ്റവും നല്ലതാണ്. കാരണം ഇവരെന്നും ജോലി ചെയ്യാൻ തയ്യാറാണ്. ഇവരെ കൈവശം ബുദ്ധിയുമുണ്ട്. പിന്നെ അവർക്കൊരു ദീർഘ ലക്ഷ്യമുണ്ടെങ്കിൽ അത് സാധൂകരിക്കാൻ ഈ യോഗം അവർക്ക് ഉപയോഗപ്പെടും. അങ്ങനെയുള്ള പല രംഗങ്ങളിലും സ്പോർട്സിന് ഇവർ വളരെ നന്നായിട്ട് വിജയിക്കുന്നവരായിരിക്കും. ഇതാണ് ഈ അഗ്നിമാരുത യോഗം ഉള്ള ആൾക്കാർക്ക്. അത് പ്രോപ്പർലി നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് പറ്റിയ രംഗങ്ങൾ. ഇത് ഇംപ്രോപ്പർ ആയാൽ, അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധം തെറ്റിയാൽ ഇതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് വരും. അതുപോലെ തന്നെ ഇവർക്ക് ചില അസുഖങ്ങളൊക്കെ പറയും, ബ്ലഡ് സംബന്ധമായ അസുഖങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ബോൺസിനൊക്കെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ സ്റ്റൊമക്ക്, ശനിയുടെ സാന്നിധ്യമാണത് സ്റ്റൊമക്കിന്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ വാദം രോഗങ്ങൾ, അത്തരം ചില രോഗങ്ങളൊക്കെ ഈ അഗ്നിമാരുത യോഗം ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകും. അത് ഇല്ലാത്തവരുണ്ടാവില്ല. എന്തെങ്കിലും തരത്തിലുള്ള രോഗം ഉണ്ടാകും. അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ നമ്മൾ ജീവിതത്തിന് ഏറ്റവും അധികം നിയന്ത്രിക്കുന്നത് അഗ്നിമാരുത യോഗമുള്ളവർ മനസ്സിനെയാണ്. അവർ എടുത്തുചാട്ടക്കാരായി പോകും. ആ എടുത്തുചാട്ടം ഇല്ലാതായാൽ തന്നെ ഇവർ ജീവിതത്തിൽ 100% വിജയിക്കും. അപ്പോൾ ഇവർക്ക് ഇനി ഇങ്ങനെയുള്ള ഒരു അഗ്നിമാരുത യോഗമുണ്ട്, അതിനെ വളരെ സക്സസ്ഫുള്ളായി കൊണ്ടുപോകണം. നമ്മൾ കുറേയൊക്കെ നമ്മൾ ചെയ്യുന്നു, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. കാരണം ഈ അഗ്നിമാരുത യോഗത്തിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ശനിയും കുജനുമാണ്. ശനി എന്ന് പറഞ്ഞാൽ ഈ ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ശനി. ശിവൻ ഏറ്റവും തൃപ്തിയായിട്ട്, സൂര്യപുത്രനാണെങ്കിലും ശിവനായിരുന്നു ശനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവം. ശിവനാണ് ശനിക്ക് ഈ നവഗ്രഹങ്ങളിലുള്ള സ്ഥാനം കൊടുത്തതും ഈ കർമ്മത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും ഉത്തരവാദിത്വവും ശനിക്ക് കൊടുത്തത് ശിവനാണ്. അത്രയും ശിവഭക്തനാണ് ശനി. മറുഭാഗത്ത് കുജൻ ശിവന്റെ ശക്തിയും ഭൂമിദേവിയുടെ ശക്തിയും ചേർന്നിട്ടുള്ള
ഭൗമൻ എന്നാണ് കുജന് മറ്റൊരു പേരുണ്ട്. അപ്പോൾ അതാണ് കുജൻ. അപ്പോൾ അവിടെയും ശിവസാന്നിധ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ചെയ്യേണ്ടത്, ഈ യോഗമുള്ള ആൾക്കാർ എന്നും എപ്പോഴും ശിവ പൂജകൾ നടത്തുക, ശിവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. വളരെ നല്ലതാണ്. കാരണം ശിവൻ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ ഒരു ദൈവമാണത്. കാരണം മനസ്സിനെ തലയിൽ ഏറ്റി നടക്കുന്ന ഒരു ദൈവമാണ്. അത് ആർക്കും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഒരു കഴിവ്. മനസ്സിനെ നിയന്ത്രിക്കാനാകാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ ലോകത്ത് കാണുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും. അപ്പോൾ ഈ അഗ്നിമാർജിത യോഗക്കാർ ഒന്ന് ശിവപ്രീതി ഉണ്ടാക്കുക. രണ്ടാമത് അവർ ചെയ്യേണ്ടത് ഡയറ്റ് കൺട്രോളാണ്. ഈ പലതരത്തിലുള്ള ഭൗതികയിൽ പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ പറയുന്നുണ്ട്. അതിൽ സാത്വിക ഭക്ഷണമുണ്ട്. അത് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സാത്വിക ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. വെജിറ്റബിൾസ്, പഴം, പാല്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കും. ഇതും നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊരു ഘടകം, അത് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഈ യോഗത്തിന് ഈ ജിംനാഷ്യത്തിൽ പോവുക. കാരണം നമ്മൾ ശരീരത്തിനെ ഫിറ്റാക്കണം. അത് കുജൻ്റെ ഒരു ആവശ്യമാണ്. ശരീരം ഫിറ്റാക്കിയാൽ മാത്രമേ, കാരണം ഈ കുജൻ അതിനെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ശനിയും. കാരണം ശനിയുടെ മകരം രാശിയിൽ കുജൻ ഉച്ചസ്ഥനാണ്. അതെന്തുകൊണ്ടാണ്? ശനി സ്പീഡില്ലെങ്കിലും കുജന്റെ സ്പീഡിലും ബുദ്ധിയിലും ശക്തിയിലൊക്കെ സന്തുഷ്ടനാണ്. അതുകൊണ്ടാണ് ആ ഒരു രാശിയിൽ ഉച്ചത്വം കൊടുത്തത്. അതുപോലെ തന്നെ കുജന് ശനിയുടെ ഡിലേയും ഈ ഒരു ചെറിയ തരത്തിലുള്ള ഈ ആലസ്യതയൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മേടം രാശിയിൽ ശനി നീചനാകുന്നത്. അപ്പോൾ അതൊക്കെ അതിജീവിക്കാൻ ജിംനാഷ്യത്തിൽ പോയി ശരീരത്തിനെയും ഒപ്പം ജിംനാഷ്യത്തിൽ തന്നെ ഉണ്ടാകും നല്ല ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിക്കാൻ പറ്റിയ അവരെ കൊണ്ട് ഈ ഒരു യോഗ, ഈ നമ്മുടെ ബ്രീത്ത് കൺട്രോൾ, പ്രാണായാമം അത് പഠിപ്പിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് മനസ്സും നിങ്ങളുടെ അധീനതയും നിങ്ങളെ കൺട്രോളിൽ വരും. ഇത് രണ്ടും കൂടി ആയാൽ അഗ്നിമാരുത യോഗം വളരെ മനോഹരമായ ഒരു യോഗമായിട്ട് നിങ്ങളെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു യോഗമായിട്ട് മാറും. നിങ്ങൾ ശ്രമിക്കുക. ഒരു ഫലം എന്തായാലും സുനിശ്ചിതമാണ്. ശ്രമിച്ചാൽ. കൂടുതലായി പറയുന്നില്ല. അടുത്ത് മറ്റൊരു യോഗവുമായി നമുക്ക് ബന്ധപ്പെടാം.